ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യാം. നമ്മളിതിലേക്ക് 1/4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കൊക്കോ പൗഡർ നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലോട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. 3 മുട്ട ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്നങ്ങ് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിച്ച് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതൊരു 1/4 കപ്പോളം ഉണ്ട്. അതൊന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് അരിപ്പയിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും മിക്സ് ചെയ്യരുത്. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി റെഡി ആയിട്ടുള്ള ബാറ്ററി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം കേക്ക് ടിന്ന് ഞാൻ മുമ്പേ തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. കേക്ക് ടിന്നിൻ്റെ അടിഭാഗത്തായിട്ട് ബേക്കിംഗ് പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലാണ് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നങ്ങ് തട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിലോട്ടാണ് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു 30-35 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ കേക്ക് ടിന്നിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് മുകൾ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു 30-35 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കറക്റ്റ് ഒരു 35 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്ക് ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിൽ കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തണുത്തതിന് ശേഷം. ഇതിലൊന്നാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 1/4 കപ്പ് ടു 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കുക. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ കേക്കിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കേക്കിൽ ഷുഗർ സിറപ്പ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോസിലിട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നോസിലിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 കപ്പിനടുത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറീസ് ഒന്ന് ഇട്ട് കൊടുക്കാം.
പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് ബദാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തേർഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കേക്ക് ഒന്ന് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്ക് ഇതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് രണ്ടാമത്തെ കോട്ടിങ്ങും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് മാറ്റുന്നുണ്ട്. 1-2 മണിക്കൂർ ഫ്രീസറിൽ ഒന്ന് വെക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ഗണേഷ് ഒഴിക്കുന്ന സമയത്ത് മെൽറ്റ് ആവാതെ കിട്ടുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് കേക്കിലോട്ട് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഡെക്കറേഷനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ ഇഷ്ടപ്രകാരമാണ് കേട്ടോ, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കേക്കിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഒരു സമയത്ത് തന്നെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 1 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിന് മുകളിലായിട്ട് അത് തട്ടാത്ത വിധത്തിൽ ചെറിയൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ചോക്ലേറ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിലിട്ടിട്ടില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ നെയ്യ് ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി ഗ്ലേസിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നമ്മുടെ കേക്കിന് മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അടിഭാഗത്തായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൽ ബാക്കി വന്നിട്ടുള്ള പീസസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കോൺ ഉണ്ടല്ലോ, അതിന് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടൊരു ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും വേർഡ്സ് നമുക്ക് എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ കൺഗ്രാറ്റ്സ് ഒക്കെ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കിയ സമയത്ത് 1 കിലോ ആണ് കേട്ടോ, കറക്റ്റായിട്ട് 1 കിലോ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്